ആ സമയത്ത് ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് വലിയൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അഥവാ അന്ന് ആ കാലഘട്ടത്തില് എന്റെ ഭാര്യ പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കപ്പെട്ടതെന്നറിഞ്ഞപ്പോ ജീവനോടെ കുഴിച്ചു മൂടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയുടെ അരികെ ചെന്നപ്പോ എന്റെ സ്നേഹനിധിയായ ഭാര്യ അതിന് സമ്മതിച്ചില്ല. അവസാനം ഭാര്യയുടെ സമ്മതപ്രകാരം, ആ ഭാര്യയുടെ നിർബന്ധപ്രകാരം എന്റെ മകൾ അവിടെ വളർന്നു. 1, 2, 3, 4, 5 വർഷം അങ്ങ് കഴിഞ്ഞു. എന്റെ മകൾക്ക് 5 വയസ്സായി. അഥവാ എന്റെ മകള് ആ പെൺകുട്ടിയുടെ പിതാവെന്ന പേരിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. നാട്ടുകാരെന്നെ പരിഹസിക്കാൻ തുടങ്ങി. പുറത്തിറങ്ങുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തലാണ്. ആ പെണ്ണിന്റെ വാപ്പ പോന്നായെന്ന് വലിയ അപമാനമായിട്ട് എനിക്ക് തോന്നി. അവസാനം ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ആരാരുമില്ലാത്ത നേരത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. എന്റെ ഭാര്യ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം 5 വയസ്സുള്ള എന്റെ പൊന്നുമോ ആ മകളെ കയ്യും പിടിച്ചിട്ട് ഞാൻ അങ്ങ് നടന്നു. ഉപ്പയുടെ കൂടെയല്ലേ വരുന്നത്, ഉപ്പയുടെ കൈ പിടിച്ചിട്ടല്ലേ നടക്കുന്നത്. ആ പൊന്നുമോളും എന്റെ കൂടെ തന്നെ നടന്നു വന്നു. അങ്ങനെ നടന്നു മരുഭൂമിയിൽ ആരാരുമില്ലാത്ത സ്ഥലമെത്തിയപ്പോ എന്റെ മകളെ ആ മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുത്തുകയും ഞാൻ ആ മരുഭൂമി ഒരു കുഴിയെടുക്കാൻ തുടങ്ങി. എന്തിനാ കുഴിയെടുക്കുന്നതെന്നറിയോ? ഈ കുഴിയിലാണ് എന്റെ മകളെ കുഴിച്ചു മൂടേണ്ടത്. എന്റെ മകളെ കുഴിച്ചു മൂടാൻ അമ്മമാരെ ബാലരമയിലുള്ള കഥ പറയുകയല്ല, ഇതേതെങ്കിലും കഥ പറയുകയല്ല. ഇത് ഈ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നടന്ന സംഭവത്തെയാ വിളിച്ചു പറയണത്. ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടാൻ കുഴിയെടുക്കുകയാ. ആ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാറ്റടിച്ചു വീശുകയും ആ മരുഭൂമിയിലെ മണല് ആ പിതാവിന്റെ താടിരോമത്തിൽ പറ്റി പിടിച്ചു കിടക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോ 5 വയസ്സുള്ള പൊന്നുമോള് ഉപ്പ എന്ന് വിളിച്ചോടി വരികയും ആ ഉപ്പാന്റെ താടിരോമത്തിലുള്ള മണ്ണിങ്ങനെ തട്ടി മാറ്റി കൊടുക്കുകയും ചെയ്തു. ആ മകൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ഈ കുഴിയെടുക്കുന്നത് എന്നെ കുഴിച്ചു മൂടാനാണ് എന്ന്. ആ നേരത്തും ഉപ്പാന്റെ മനസ്സിനൊരു മാറ്റം വന്നില്ല. ആ ഉപ്പ കുഴിയങ്ങെടുത്ത് ആ മകളെ കുഴിച്ചിടാൻ പാകത്തിലായപ്പോ മകളോട് പറയാൻ, മോളെ നീ ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്ക്, മോളെ ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്ക്. ആ ഉപ്പ ഇത് പറഞ്ഞപ്പോ ഉപ്പയല്ലേ പറയണത്, ആ പൊന്നുമോള് കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോഴേക്കും ആ ഉപ്പ കുഴിയങ്ങ് മൂടുന്നു. ആ പൊന്നുമോളെ ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിയുകയാണ്. ഇതൊക്കെ അനുഭവിക്കുമ്പോ ആ പൊന്നുമോൾ ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പാ എനിക്ക് പേടിയാകുന്നു. അപ്പോഴും ഉപ്പാന്റെ മനസ്സിനൊരു മാറ്റവുമില്ല. ആ കുഴിയങ്ങ് മൂടി കഴുത്തോളം മണ്ണെത്തിയപ്പോ ആ പൊന്നുമോള് വായ തുറന്ന് കരഞ്ഞു ചോദിക്കുകയാണ്, ഉപ്പാ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകരുതേ ഉപ്പാ. അത് കേട്ട് നിൽക്കാതെ ഒരു പിടി മണ്ണെടുത്തിട്ട് ആ മകളുടെ വായയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ കുഴിയങ്ങ് മൂടുകയാണ്. ആ കുഴി മുഴുവനായി മൂടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇത് ഈ കഥ പറഞ്ഞുകൊണ്ട് ഇസ്ലാമായതിന് ശേഷം മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. ആ സ്വഹാബികള് സങ്കടത്തോടെ കരയുകയാണ്. എന്റെ ഉമ്മമാരെ, ഞാൻ എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്നറിയോ? ഇങ്ങനെയുള്ളൊരു കാലം സ്ത്രീകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട കാലം. അവിടെ നിന്നാണ് വിശുദ്ധമായ ഇസ്ലാം ആയത്തുകൾ ഇറങ്ങുന്നത്, പ്രവാചക വചനാമൃതങ്ങൾ പൊഴിയുന്നത്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെണ്ണിന്റെ ജന്മം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ
പെണ്ണിന്റെ ജന്മം വാർത്ത കൊണ്ട് അറിയിക്കപ്പെട്ടാലെന്നല്ല പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞത് വഇദാ ബുശ്ശിറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാലെന്നാണ്. പെണ്ണിന്റെ ജന്മം അത് സന്തോഷ വാർത്തയാണെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ഇത് മനസ്സിലാക്കുക. കഴിഞ്ഞ പോലെ കാലഘട്ടത്തിലോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. يا صاحب البغداد كل ناظرين يا مطلب الحاجات عبد القادرين يا صاحب الأجمير كل ناصرين يا مطلب الحاجات خواجة سنجرين يا صاحب الكنيال شيخي حاضرين يا مطلب الحاجات مولى قادرين صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. സർവാദരണീയരായ ഇസുദ്ദീൻ ഉസ്താദ് അവറുകൾ, ഖദീർ ഉസ്താദ് അവറുകൾ, അതുപോലെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, മനോഹരമായ ഈ സദസ്സിൽ ഉപവിഷ്ടരായ സഹോദര സഹോദരിമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അതുപോലെ ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നിട്ടും നിൽക്കാൻ മനോഹരമായ ഒരു തണലിവിടെ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ മാറ്റിവെച്ച് ആ എരിപൊരി കൊള്ളുന്ന വെയിലത്തും നിന്നുകൊണ്ടും നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും ഒക്കെ പ്രവർത്തിക്കുന്ന അക്തറടക്കമുള്ള നമ്മുടെ ദാറുൽ ഖുർആനിന്റെ ഓരോ പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇന്നലെ ഒരുപാട് ആളുകൾ 50,000 ഏറ്റെടുത്തവർ, 25,000 ഏറ്റെടുത്തവർ, 10,000 ഏറ്റെടുത്തവർ, 5,000 ഏറ്റെടുത്തവർ, അതിന് താഴെയുള്ള സംഖ്യ ഏറ്റെടുത്തവർ, കൈവിരലിൽ നിന്ന് സ്വർണ്ണമോതിരം ഊരിത്തന്നവർ, കാതിൽ നിന്ന് അലിക്കത്തും കാതിലയും ഊരിത്തന്നവർ, കഴുത്തിൽ നിന്ന് സ്വർണമാല ഊരിത്തന്നവർ, എല്ലാവരും ഈ ശുദ്ധമായ ഖുർആനിൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തോടുള്ള അദമ്യമായ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതൊക്കെ നൽകിയത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ആരൊക്കെയാണോ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നതെങ്കിൽ അല്ലാഹുവേ അവരെ നീ സഹായിക്കണേ അല്ലാ. ആരൊക്കെയാണോ ഇതിനെ സ്നേഹിക്കുന്നതെങ്കിൽ അവരെ നീയും സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്നീ സദസ്സിൽ ഉപവിഷ്ടരായ സഹോദര സഹോദരിമാർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു തരണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ആമീൻ
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ്, ഒരു സംവിധാനമാണ് സഹചാരി എന്നുള്ളത്. ആ SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായി ഡയാലിസിസിന് വേണ്ടിയും മരുന്ന് വാങ്ങാൻ വേണ്ടിയും ഒക്കെ സാമ്പത്തികമായി സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു വിശാലമായ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അഥവാ നാളെയും മറ്റന്നാളും അഞ്ചരക്കണ്ടിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് മഹാന്മാരായ ഉസ്താദുമാർ ദുആക്ക് നേതൃത്വം നൽകുമ്പോൾ കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തുമ്പോൾ തീർച്ചയായും നമുക്ക് ആ സദസ്സിൽ പങ്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കൂടലിനെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹിജാബ് അതൊരു തുണിക്കഷ്ണമല്ല, അതൊരു അവകാശമാണ് എന്നതാണ് ഇന്ന് ഇവിടുത്തെ വിഷയം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചില സഹോദരിമാരുടെ മനസ്സിലെങ്കിലും ചില ചിന്തകൾ ഉണ്ടാകും. ഇസ്ലാം നമുക്ക് വലിയ നിയമങ്ങളാണ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരുപാട് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ പോലും പർദയും അതിന്റെ തട്ടവും മുഖം മറക്കലും എന്നൊക്കെയായി ഒരുപാട് വലിയ പ്രയാസങ്ങളാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പെണ്ണായി പിറന്നതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലം. ആ കാലഘട്ടത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ പെൺകുട്ടിയുടെ കൈപിടിച്ചുയർത്തിയത് വിശുദ്ധമായ ഇസ്ലാം. ചരിത്രത്തിന്റെ ദശാസന്ധികളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിലോ എത്രയോ കരഞ്ഞ കണ്ണീര് കുടിച്ച സഹോദരിമാരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. പെണ്ണായി പിറന്നതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട എത്രയെത്ര പെൺകുട്ടികളാണ്. മഹാന്മാരായ സ്വഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന സംഭവ വികാസങ്ങളോ പ്രിയപ്പെട്ട പ്രവാചകനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ചില വർത്തമാനങ്ങൾ കേട്ടപ്പോ റസൂലുള്ള വല്ലാതെ സങ്കടപ്പെട്ടു പോയിട്ടുണ്ടോ? ഒരു സ്വഹാബി വന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയെ, ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ്, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് എന്റെ ഭാര്യ പ്രസവിച്ചിരുന്നു. ഒന്നല്ല രണ്ടല്ല 8 തവണ. ആ 8 തവണയും പ്രസവിച്ചത് പെൺകുട്ടിയായിരുന്നു. നബിയെ, ആ 8 പെൺകുട്ടികളെയും അപമാന ഭാരത്താൽ പെൺമക്കളുടെ പിതാവെന്ന് പറഞ്ഞാൽ അന്ന് വലിയ മോശമാണല്ലോ. ആ അപമാന ഭാരത്താൽ എന്റെ 8 പെൺമക്കളെയും ഞാൻ എന്റെ ഈ കൈ കൊണ്ടാണ് നബിയെ കുഴിച്ചു മൂടിയത് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ആ നബി തങ്ങൾ കരയുകയായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു ആ റസൂലുള്ളാഹിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീണു എന്ന് ചരിത്രത്തിൽ കാണാം. ഇതേ സ്വഹാബികൾ വൈകുന്നേര സമയങ്ങളിൽ ഒന്ന് ഒരുമിച്ചിരിക്കുമ്പോ അവരവരുടെ കഴിഞ്ഞു പോയ കാലങ്ങൾ പറയുമായിരുന്നു. ആ സമയത്ത് ഒരു സ്വഹാബി പറയുകയാണ്, ഞാൻ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് വലിയൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അഥവാ അന്ന് ആ കാലഘട്ടത്തില് എന്റെ ഭാര്യ പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കപ്പെട്ടതെന്നറിഞ്ഞപ്പോ ജീവനോടെ കുഴിച്ചു മൂടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയുടെ അരികെ ചെന്നപ്പോ എന്റെ സ്നേഹനിധിയായ ഭാര്യ അതിന് സമ്മതിച്ചില്ല. അവസാനം ഭാര്യയുടെ സമ്മതപ്രകാരം, ആ ഭാര്യയുടെ നിർബന്ധപ്രകാരം എന്റെ മകൾ അവിടെ വളർന്നു. 1, 2, 3, 4, 5 വർഷം അങ്ങ് കഴിഞ്ഞു. എന്റെ മകൾക്ക് 5 വയസ്സായി. അഥവാ എന്റെ മകള് ആ പെൺകുട്ടിയുടെ പിതാവെന്ന പേരിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങി. നാട്ടുകാരെന്നെ പരിഹസിക്കാൻ തുടങ്ങി. പുറത്തിറങ്ങുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തലാണ്. ആ പെണ്ണിന്റെ വാപ്പ പോന്നായെന്ന് വലിയ അപമാനമായിട്ട് എനിക്ക് തോന്നി. അവസാനം ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ആരാരുമില്ലാത്ത നേരത്തെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. എന്റെ ഭാര്യ വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം 5 വയസ്സുള്ള എന്റെ പൊന്നുമോ ആ മകൾ
മകളെ കയ്യും പിടിച്ചിട്ട് ഞാൻ അങ്ങ് നടന്നു. ഉപ്പയുടെ കൂടെയല്ലേ വരുന്നത്, ഉപ്പയുടെ കൈ പിടിച്ചിട്ടല്ലേ നടക്കുന്നത്. ആ പൊന്നുമോളും എന്റെ കൂടെ തന്നെ നടന്നു വന്നു. അങ്ങനെ നടന്നു മരുഭൂമിയിൽ ആരാരുമില്ലാത്ത സ്ഥലമെത്തിയപ്പോ എന്റെ മകളെ ആ മരുഭൂമിയുടെ ഒരു ഭാഗത്തിരുത്തുകയും ഞാൻ ആ മരുഭൂമി ഒരു കുഴിയെടുക്കാൻ തുടങ്ങി. എന്തിനാ കുഴിയെടുക്കുന്നതെന്നറിയോ? ഈ കുഴിയിലാണ് എന്റെ മകളെ കുഴിച്ചു മൂടേണ്ടത്. എന്റെ മകളെ കുഴിച്ചു മൂടാൻ ഉമ്മമാരെ ബാലരമയിലുള്ള കഥ പറയുകയല്ല, ഇതേതെങ്കിലും കഥ പറയുകയല്ല. ഇത് ഈ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നടന്ന സംഭവത്തെയാ വിളിച്ചു പറയണതോ. ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടാൻ കുഴിയെടുക്കുകയാ. ആ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാറ്റടിച്ചു വീശുകയും ആ മരുഭൂമിയിലെ മണല് ആ പിതാവിന്റെ താടിരോമത്തിൽ പറ്റി പിടിച്ചു കിടക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോ 5 വയസ്സുള്ള പൊന്നുമോള് ഉപ്പാ എന്ന് വിളിച്ചോടി വരികയും ആ ഉപ്പാന്റെ താടിരോമത്തിലുള്ള മണ്ണിങ്ങനെ തട്ടി മാറ്റി കൊടുക്കുകയും ചെയ്തു. ആ മകൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു ഈ കുഴിയെടുക്കുന്നത് എന്നെ കുഴിച്ചു മൂടാനാണ് എന്ന്. ആ നേരത്തും ഉപ്പാന്റെ മനസ്സിനൊരു മാറ്റം വന്നില്ല. ആ ഉപ്പ കുഴിയങ്ങെടുത്ത് ആ മകളെ കുഴിച്ചിടാൻ പാകത്തിലായപ്പോ മകളോട് പറയാൻ, മോളെ നീ ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്ക്, മോളെ ഇതിലേക്കൊന്ന് ഇറങ്ങി നിൽക്ക്. ആ ഉപ്പ ഇത് പറഞ്ഞപ്പോ ഉപ്പയല്ലേ പറയണത്, ആ പൊന്നുമോള് കുഴിയിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോഴേക്കും ആ ഉപ്പ കുഴിയങ്ങ് മൂടുന്നു. ആ പൊന്നുമോളെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയെറിയുകയാണ്. ഇതൊക്കെ അനുഭവിക്കുമ്പോ ആ പൊന്നുമോൾ ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പാ എനിക്ക് പേടിയാകുന്നു, എനിക്ക് പേടിയാകുന്നു. അപ്പോഴും ഉപ്പാന്റെ മനസ്സിനൊരു മാറ്റവുമില്ല. ആ കുഴിയങ്ങ് മൂടി കഴുത്തോളം മണ്ണെത്തിയപ്പോ ആ പൊന്നുമോള് വായ തുറന്ന് കരഞ്ഞു ചോദിക്കുകയാണ്, ഉപ്പാ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകരുതേ ഉപ്പാ. അത് കേട്ട് നിൽക്കാതെ ഒരു പിടി മണ്ണെടുത്തിട്ട് ആ മകളുടെ വായയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ കുഴിയങ്ങ് മൂടുകയാണ്. ആ കുഴി മുഴുവനായി മൂടിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഇത് ഈ കഥ പറഞ്ഞുകൊണ്ട് ഇസ്ലാമായതിന് ശേഷം മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. ആ സ്വഹാബികള് സങ്കടത്തോടെ കരയുകയാണ്. എന്റെ ഉമ്മമാരെ, ഞാൻ എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്നറിയോ? ഇങ്ങനെയുള്ളൊരു കാലം സ്ത്രീകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട കാലം. അവിടെ നിന്നാണ് വിശുദ്ധമായ ഇസ്ലാം ആയത്തുകൾ ഇറങ്ങുന്നത്, പ്രവാചക വചനാമൃതങ്ങൾ പൊഴിയുന്നത്. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെണ്ണിന്റെ ജന്മം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, പെണ്ണിന്റെ ജന്മം വാർത്ത കൊണ്ട് അറിയിക്കപ്പെട്ടാൽ എന്നല്ല പറഞ്ഞത്. ഖുർആനിൽ പറഞ്ഞത് വഇദാ ബുശ്ശിറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നാണ്. പെണ്ണിന്റെ ജന്മം അത് സന്തോഷ വാർത്തയാണെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ഇത് മനസ്സിലാക്കുക. കഴിഞ്ഞുപോയ കാലഘട്ടത്തില് ആ ഓരോ സമുദായവും ഓരോ സമൂഹവും എങ്ങനെയാണ് പെണ്ണിനെ കണ്ടിരുന്നത് എന്നോ പുരാതന ഗ്രീക്കുകാരെ കുറിച്ച് പറയുന്നുണ്ടോ. സ്ത്രീകളെന്ന് പറഞ്ഞാൽ എല്ലാ നാശത്തിന്റെയും കാരണമാണ് എന്നോ. വീട്ടിലൊരു അപകടം സംഭവിച്ചാൽ, ഒരു മുസീബത്ത് വന്നിറങ്ങിയാൽ അതിന്റെ കാരണം വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന പെണ്ണാണെന്ന് പറഞ്ഞിരുന്നു പുരാതന ഗ്രീക്കുകാർ. അതുപോലെ തന്നെ ബാബിലോണിയൻ സംസ്കാരത്തിലോ പുരുഷൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, പെണ്ണുങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് വീട്ടിലുള്ള സ്ത്രീകളായിരുന്നു. അങ്ങനെ ഒരു ബാബിലോണിയൻ നിയമം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ ചിതയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിലുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്ത്രീകൾക്കുണ്ടായിട്ടുണ്ട്. ഇല്ലേ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിലേക്ക് എടുത്തു ചാടാ, എന്നിട്ട് ആത്മഹത്യ ചെയ്യാ. ഈ സമ്പ്രദായത്തിന്റെ പേരെന്താ?
സതി സമ്പ്രദായം ഇതെവിടെ നടന്നതാണ്? അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല. നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്നലകളില് എത്ര ചിതകളിലേക്ക് എത്ര സഹോദരിമാർ എടുത്തു ചാടിയിട്ടുണ്ടോ. ഇങ്ങനെയുള്ള കാലം, ഇങ്ങനെയുള്ള സമൂഹം, ഇവിടെയാണ് വിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് സ്ഥാനം നൽകുന്നത്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അദ്ദുനിയാ മതാ. പെണ്ണുങ്ങളെ ഇതിങ്ങനെ തുടക്കത്തിൽ പറയേണ്ട ആവശ്യം എന്താണെന്നറിയോ? നമ്മളൊക്കെ ചിന്തിക്കുകയാ, പർദ്ദ ധരിക്കണം, അതിന്റെ മേലെ തട്ടം ധരിക്കണം, മുഖം മറക്കണം, അങ്ങനെ വലിയ ആഡംബരത്തിലൊന്നും ജീവിക്കരുത്. ഇതെന്തൊക്കെ നിയമങ്ങളാണ്, ഇതെന്തൊക്കെ പ്രയാസങ്ങളാണെന്ന ചിന്ത മനസ്സിലേക്ക് വരുമ്പോ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ചും അന്ന് പെൺമക്കള് സഹോദരിമാരനുഭവിച്ച വേദനകളെ കുറിച്ചും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെ നമ്മുടെ വിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം എത്ര വിശാലമായിരുന്നു എന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പറയുന്നത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദുനിയാ മതാ. ഈ ദുനിയാവ് മുഴുവനും ആസ്വാദനം നൽകുന്ന വസ്തുക്കളാണ്, ആസ്വാദ്യകരമായ വസ്തുക്കളാണ് ഈ ദുനിയാവ് മുഴുവനും. പക്ഷേ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദക വസ്തു ഏതാണ്? ഏറ്റവും മനോഹരമായ വസ്തു ഏതാണെന്നറിയോ? അൽ മർഅതു സ്വാലിഹ. സ്വാലിഹത്തായ പെണ്ണാണ്, സ്വാലിഹത്തായ പെണ്ണാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വസ്തു എന്ന് അല്ലാഹുവിന്റെ റസൂലാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഖുർആനിന്റെ അധ്യാപനം എന്താണ്? ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് നിർത്തുന്ന കാലഘട്ടത്തിലാണ് ഖുർആനിൽ ആയത്ത് ഇറങ്ങിയത്. അന്നിസാഉ ശഖായിഖുർ റിജാൽ. ആണിന്റെ കൂടപ്പിറപ്പാണ് പെണ്ണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇനി അതിനേക്കാൾ വലുത് എന്താണെന്നറിയോ? അതിനേക്കാൾ വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. ആണുങ്ങളെ കൂട്ടത്തില്, ആണുങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആണാരാന്നറിയോ? ആണല്ലേ? ആണല്ലേ? എന്നാ ഈ ആണുങ്ങളെ കൂട്ടത്തില് ഏറ്റവും നല്ല ആണാരാണെന്നറിയോ? നബി തങ്ങൾ പറയാൻ, അപ്പുറത്തിരിക്കുന്ന ആ മറയുടെ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളോട്, അത് നിന്റെ ഭാര്യയാണെങ്കിലും, അത് നിന്റെ പെങ്ങളാണെങ്കിലും, നിന്റെ ഉമ്മയാണെങ്കിലും, നിന്റെ മകളാണെങ്കിലും, നിന്റെ അയൽവാസിയാണെങ്കിലും, നിന്റെ നാട്ടിലുള്ള പെണ്ണാണെങ്കിലും, ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ഉപ്പാകോ ഉമ്മാകോ പിറന്ന ഒരു പെണ്ണാണെങ്കിലും, നിനക്ക് യാതൊരു ബന്ധവുമില്ല ൊരു സ്ത്രീയാണെങ്കിലും, ആ പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവനാരോ അവനാണ് ആണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇതിനേക്കാൾ മനോഹരമായ, ഇതിനേക്കാൾ മറ്റൊരു മനോഹരമായ സ്ത്രീ വിമോചനത്തിന്റെ വാക്ക് വേറെന്താണുള്ളത്? ആണുങ്ങളോടാ പറയണത്. ഏറ്റവും നല്ല ആണാരാണ്? ഭർത്താവേ, ഏറ്റവും നല്ല ഭർത്താവ് ആരാണെന്നറിയോ? വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് മാന്യമായി ഇടപെടുന്ന, മാന്യമായി സംസാരിക്കുന്ന, അവളുടെ മനസ്സിന് സന്തോഷം പകരുന്ന ഭർത്താവാണ് നീയെങ്കിൽ നീയാണ് നല്ലവൻ. അല്ലെങ്കിലോ നീ അത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും നിനക്ക് ഇവിടെ സ്ഥാനമില്ല. നീ എത്ര വല്ല നോമ്പുകാരാണെങ്കിലും, നീ എത്ര വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, നീ എത്ര വലിയ ഹോജയാണെങ്കിലും, നീ എത്ര വലിയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞാടുന്ന പ്രവർത്തകനാണെങ്കിലും നിനക്ക് നിന്റെ പ്രവർത്തനത്തിനും ഒരു സ്ഥാനവുമില്ല. ഏത് കാലത്തോളം നിന്റെ വീട്ടിലുള്ള, നിന്റെ വീടിന്റെ പുറത്തുള്ള സ്ത്രീ ജനങ്ങളോടും മാന്യമായി പെരുമാറാത്ത കാലത്തോളമെന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഏറ്റവും നല്ല മാന്യനാരാ? പെണ്ണുങ്ങളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നു. ഈ അടുത്ത് റമളാനിന്റെ തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോ ഒരു ഉമ്മ സങ്കടം പറഞ്ഞു. എന്താ സങ്കടം എന്നറിയാം? കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലം, ഓർമ്മ ശരിയാണെങ്കിൽ തന്നെ പറയാം, 12 കൊല്ലത്തോളായി ഉസ്താദെ ഭർത്താവിനെ കൊണ്ടൊരു സമാധാനമില്ല. കുട്ടികൾ 2 ആയി പോയി, അല്ലെങ്കിൽ ഞാൻ അയാളെ പണ്ടേ ഒഴിവാക്കുമായിരുന്നു. എന്നോടാ ഇതൊക്കെ പറയണത്. എന്നിട്ട് പറയാണ്, ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന്. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ നാട്ടില് പുറത്തെല്ലാവർക്കും വല്ല വേണ്ടപ്പെട്ട ആളാ, ജനങ്ങൾക്ക് വല്ല വേണ്ടപ്പെട്ട ആളാ, പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്ന ആളാ. പക്ഷെ ഉസ്താദെ വീട്ടില് അയാളെ കൊണ്ട് എനിക്കൊരു സമാധാനവുമില്ല, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണേന്ന്. നമ്മളെല്ലാം ഓൾ ആരോടെങ്കിലും പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും.
ഉണ്ടാവില്ലായിരിക്കും അല്ലെ, അങ്ങനെ വിശ്വസിക്കാം. ഏതായിരുന്നാലും മാന്യമായി പെരുമാറാം അവനവന്റെ വീട്ടിലുള്ള ഓരോ സഹോദരിമാരോടും. ഉമ്മമാരെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര മനോഹരമായിട്ടാണ് ആ പെണ്ണിന്റെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. നിങ്ങളുകൾക്ക് ഇനിയും ചിന്തിക്കും, ഇതെന്താണ് ഇങ്ങനെ ഒരു സംസ്കാരം, ഇങ്ങനെ വലിയ പ്രയാസങ്ങളല്ലേ പെണ്ണിനുള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് ഹദീസുകളിലൂടെ ആ പെണ്ണിന്റെ പവിത്രതയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അകമഴിഞ്ഞ് സഹായിക്കുക. അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വതക്കയെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വതക്കനെ കുറിച്ച് കൂടുതൽ പറയണ്ട, കാരണം ഇന്നലൊക്കെ നിങ്ങൾ അകമഴിഞ്ഞ് നൽകിയതാണ്. നിങ്ങൾ കവറും കൊണ്ടുവന്നിട്ടുണ്ടാവും. അക്തറ കവർ അതിലിടണ്ടേ? കവറ് കൊണ്ടുവന്നിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ബക്കറ്റിൽ ഇടുക ഇൻഷാ അല്ലാഹ്. അത്ര അങ്ങനത്തെ കാര്യമെല്ലാം വേഗം പോയിട്ട് വാങ്ങും. അപ്പൊ ഇൻഷാ അല്ലാഹ്. ഇനി പെണ്ണുങ്ങന്മാരെ നമ്മുടെ വസ്ത്രത്തെ കുറിച്ചൊന്ന് ആലോചിക്കും. ഇസ്ലാമിന്റെ വസ്ത്രം എത്രമേൽ മാന്യമാണ് എന്ന്. ശുദ്ധമായ ഇസ്ലാം പെണ്ണിനോട് ധരിക്കാൻ വേണ്ടി പറഞ്ഞ വസ്ത്രത്തിന്റെ മാന്യത എത്രയാണ് എന്ന്. എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കള്, ആ മക്കളെ പോലും ചെറിയ പ്രായത്തിലെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ വലിയ കാർക്കശ്യതയൊന്നും നമ്മൾ പാലിക്കുന്നില്ല. അഥവാ കുഞ്ഞു പ്രായത്തിലെ ഔറത്ത് വെളിവാക്കി നടക്കാൻ പരിശീലിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള സ്കൂളുകളിലേക്കാണ് നമ്മുടെ പെൺമക്കളെ പറഞ്ഞയക്കുന്നത്. മുട്ടോളം മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ചില സ്കൂളുകൾ അങ്ങനെയുണ്ട്. ഏതെങ്കിലും സ്കൂളിന്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് അത്തരം സ്കൂളുകൾ എന്നോ. അഥവാ മുട്ടോളം മാത്രമേ പെൺകുട്ടികൾ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ആ വസ്ത്രം ധരിച്ചിട്ട് പോകുന്ന സ്കൂളിലേക്ക് തന്നെയാണ് നമ്മുടെ പെൺമക്കളെയും പറഞ്ഞയക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്താണ് സംഭവിക്കുക എന്നറിയോ? ഈ മുട്ടോളം വസ്ത്രം ധരിച്ചിട്ട് പെൺമക്കൾ കൊല്ലങ്ങളോളം പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് ലജ്ജ എന്ന വികാരത്തെ എടുത്തു മാറ്റപ്പെടും. നാണുണ്ടാവില്ല, നാണമില്ലാത്തൊരു കാലം. അങ്ങനെ ഒരു കാലത്തിലേക്ക് വരും. വെറുതെ പറയല്ല, അത് നിർത്തലാക്കേണ്ടതും വസ്ത്രം പൂർണ്ണമായി ധരിക്കാൻ വേണ്ടി പറയേണ്ടതും ആരുടെ ബാധ്യതയാ? പിതാവിന്റെ ബാധ്യതയാണ്. എന്റെ ഒരു കൂട്ടുകാരൻ, അവന്റെ കോളേജിലേക്ക് ഒരു പെൺകുട്ടി വന്നു. നല്ല ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ചിട്ടാ വന്നത്. അപ്പൊ ഈ ചെക്കൻ, എന്റെ കൂട്ടുകാരൻ, ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, നീ ഒരു മുസ്ലിമത്തായ പെണ്ണല്ലേ, മാന്യമായിട്ട് വസ്ത്രം ധരിച്ചൂടെ എന്ന്. അപ്പോൾ ആ പെണ്ണ് പറയാണ്, എടാ, എന്റെ ഉപ്പാക്കില്ലാത്ത എന്ത് ദണ്ണമാടാ നിനക്ക് എന്ന്. എന്റെ ഉപ്പാന്റെ മുന്നിൽ നിന്നാണ് എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ട പിതാവ് കാണാറുണ്ട്. ഇന്നേ വരെ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടില്ല, മോളെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കല്ല മോളെ എന്ന്. ഇന്നേ വരെ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഉപ്പാക്കില്ലാത്ത എന്ത് കുഴപ്പമാടാ നിനക്കുള്ളത് എന്ന് ആ പെണ്ണ് ഈ സുഹൃത്തിനോട് ചോദിക്കുകയാണ്. ആ പെണ്ണ് വീണ്ടും പറയുന്നുണ്ട്, ഈ വസ്ത്രം ഞാൻ വാങ്ങാൻ വേണ്ടി പോയത് ഒറ്റക്കല്ല, എന്റെ ഉമ്മയും കൂടെയുണ്ട്. എന്റെ ഉമ്മയാണടാ ഈ വസ്ത്രത്തിന്റെ പണം കൊടുത്തത്. ആ ഉമ്മയാണടാ എനിക്കിത് വാങ്ങിത്തന്നത്. ആ ഉമ്മാക്കില്ലാത്ത എന്ത് കുഴപ്പമാണ് നിനക്കുള്ളത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയുന്നില്ല എന്നർത്ഥം. എന്റെ മകള് ഔറത്ത് മറക്കാതെ നടക്കുമ്പോ അരുതെന്ന് പറയാനുള്ള തന്റെ ഇടം പോലും ഒരു പിതാവിന് നഷ്ടപ്പെടുകയാണെങ്കിലോ ഭാവിയിൽ വിരല് കടിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ. അതുപോലെ തന്നെ നരകാവകാശികളായ സ്ത്രീകളെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നരാണ് എന്നും. ചില വസ്ത്രങ്ങൾ കാണാം, ഈ കൈയിന്റെ ഈ ഭാഗം വരെ ഉണ്ടാവും വസ്ത്രം, ബാക്കി നെറ്റായിരിക്കും. ഇത് പുഴിയെല്ലാം അരിക്കാൻ വേണ്ടി പോകുന്ന സാധനമില്ലേ, അതുപോലത്തെ സാധനമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇതും ധരിച്ചിട്ട് ഇങ്ങനെ നടക്കും. അതുപോലെ തന്നെ ലെഗിൻസ് എന്ന് പറയുന്ന പാന്റായിട്ട് ഉപയോഗിക്കുന്ന ലെഗിൻസ്,
ഈ ലെഗിൻസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അഥവാ അത് കൊണ്ടുവന്ന രാജ്യക്കാർ എന്തിനു വേണ്ടി അത് കൊണ്ടുവന്നെന്നറിയാം, അടിവസ്ത്രമായിട്ട് ഉപയോഗിക്കാനാണ്. പക്ഷെ ചില സഹോദരിമാർ ചൂരിദാറിൽ പോലും ആ ലെഗിൻസ് ഇട്ടിട്ടാ പോവാ. അപ്പോ സ്വാഭാവികമായിട്ട് അടിവസ്ത്രം കാണിച്ചിട്ടാണ് അവർ പോകുന്നത്. അതൊരു അടിവസ്ത്രമായിട്ട് പോലും കാണുന്നില്ല, അത് പുറത്തിട്ട് നടക്കേണ്ട കാര്യമായിട്ട് കാണുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. അങ്കലാവണ്യങ്ങൾ പുറത്ത് കാണും. നമ്മുടെ മക്കള് പോലും, നമ്മുടെ പെൺമക്കള് പോലും, പ്രായപൂർത്തിയായ പക്വതയുള്ള ആ പെൺമക്കൾ പോലും ഇത്തരം വസ്ത്രം ധരിച്ച് നടന്നു പോകുമ്പോ ഉമ്മമാരെ, അതൊക്കെ അടിവസ്ത്രമായി ഉപയോഗിക്കേണ്ട സംഭവങ്ങളാണ്. അതാണ് പുറത്ത് നാട്ടുകാരെ കാണിച്ച് നടക്കുന്നതെങ്കിലോ കാര്യങ്ങൾ അല്പം കൈവിട്ടു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനിയോ തട്ടം ധരിക്കുന്നത്, ഹിജാബിന്റെ വിഷയം പറയും, ഇതൊക്കെ തന്നെയാണല്ലേ പറയേണ്ടത്. തട്ടം ധരിക്കുന്ന വിഷയം ചില സഹോദരിമാരെ കാണാം, പെൺകുട്ടികള്, സഹോദരിമാരല്ല പെൺകുട്ടികൾ, ഇങ്ങനെ ഈ മുൻഭാഗത്ത് ഇങ്ങനെ പൊന്തിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താ അതിന് പറയാ? പഫ്സ് അല്ല, പഫ്. പഫ് മോഡലില് മുടി വാരിയിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ മുടി വാരുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ മുടി വാരുന്ന എന്തിനാ? ഈ മുടി നാട്ടുകാരെ കാണിക്കാനാ. ആ മുടി തട്ട് മുഴുവനായിട്ട് മറക്കുന്ന പെണ്ണ് ഒരിക്കലും ഈ കോലത്തിൽ വാരില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വാരി കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ തട്ടുവിടും, ബാക്കി ഈ പഫ് ഇങ്ങനെ കാണും. പഫ് മോഡലിൽ ഇങ്ങനെ മുടി വാരിയിട്ട് മുടിയഴക് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നീ നടന്നു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ഖദീജ ബീവിയുടെ കഥ പറഞ്ഞു തരാം. ആരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ? പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്കൊന്ന് ജിബ്രീലിനെ കാണിച്ചു തരുമോ എന്ന്. ജിബ്രീലിനെ കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിനക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അതാ വരുന്നു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് കണ്ടപ്പോ റസൂലുള്ളാഹി വിളിക്കുകയാണ്, ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ ബീവി ഓടി വരികയാ, റസൂലുള്ളാഹിന്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. റസൂലുള്ളാഹി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, അതാണ് ജിബ്രീൽ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീലിനെ കാണുകയാണ്. ഒന്നും കൂടി നന്നായി കാണണമെന്ന് കരുതിയിട്ടോ റസൂലുള്ളാഹിന്റെ രണ്ട് കാലിന്റെ തുടകൾക്ക് മുകളിൽ ഇരിക്കാൻ വേണ്ടി കയറിയിരുന്നപ്പോ ആ ഖദീജ ബീവിയുടെ തട്ടമങ്ങ് നീങ്ങുകയാണ്, മുടിയങ്ങ് കാണുകയാ. ഔറത്ത് വെളിവായപ്പോ പിന്നെ ജിബ്രീലിനെ കാണുന്നില്ല. ഈ ഒരു സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു തരികയാണ്, ഔറത്ത് പ്രദർശിപ്പിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുണ്ടാവുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. മുടിയഴക് പ്രദർശിപ്പിക്കുന്നിടത്ത്, ഔറത്ത് വെളിവാക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവൂല എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി വീട്ടില് നമ്മളുണ്ട്, വീട്ടിലുള്ള സമയത്താണെങ്കിലും മറക്കേണ്ടതൊക്കെ മറക്കുക, മറക്കേണ്ടത് മറക്കാൻ നമുക്ക് കഴിയണം. വീട്ടിലാണല്ലോ എന്ന് കരുതിയിട്ടോ ഔറത്ത് വെളിവാക്കാൻ പറ്റൂല. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ചില പ്രത്യേകമായ മലക്കുകളുണ്ട്. ആ മലക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. എപ്പോഴും നമ്മുടെ കൂടെയുള്ള മലക്കുണ്ട്. അപ്പൊ ആ മലക്കിന് ലജ്ജയുണ്ടാവും. ആ മലക്കിന്റെ മുന്നിൽ നമ്മൾ ലജ്ജയുള്ളവരാവണം. ആ മലക്ക് എന്റെ ഔറത്ത് കാണരുത്, എന്റെ കൂടെയുള്ള ജിന്ന് എന്റെ ഔറത്ത് കാണരുത്. അങ്ങനെയൊക്കെ തോന്നണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒറ്റക്കാകുമ്പോഴും ഔറത്ത് മറക്കാൻ നമ്മൾ കൊണ്ട് കഴിയും. അതല്ലേ വസ്ത്രം ധരിക്കുന്ന സമയത്തും അഴിക്കുന്ന സമയത്തും മാറ്റുന്ന സമയത്തൊക്കെ ബിസ്മി ചൊല്ലണം. എന്തിനാ? നബി തങ്ങൾ പറയുന്നുണ്ട്, ബിസ്മി ചൊല്ലിയിട്ടാണ് നീ വസ്ത്രം മാറുന്നതെങ്കിൽ നിന്റെ നഗ്നത പിശാചുക്കൾ കാണുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇന്ന് വസ്ത്രം മാറുമ്പോൾ ബിസ്മി ചൊല്ലിനാ? ഇല്ലെങ്കിൽ എല്ലാം കണ്ടിട്ടുണ്ടാവും. ശൈത്താനും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മളെ കൂടെ മലക്കും ഉണ്ട്, ശൈത്താനും ഉണ്ട്, ജിന്നും ഉണ്ട്, എല്ലാം ഉണ്ട്. അവര് നമ്മുടെ ഔറത്ത് കാണും. അന്നാ ബിസ്മി ചൊല്ലിയിട്ട് വസ്ത്രം മാറ്റുമ്പോ ഔറത്ത് ആര് കാണൂല? ആര് കാണൂല?
ഈ ജിന്നുകളും പിശാചുക്കളൊന്നും കാണൂല. അപ്പൊ ഇനി ഈ പെണ്ണുങ്ങന്മാരെ എന്ത് മറന്നാലും ഇത് മറക്കൂല. ഇസ്മി ചൊല്ലിയിട്ട് വസ്ത്രം മാറും. അങ്ങനെ തന്നെയാ റസൂലുള്ളാഹി പറഞ്ഞേ, ഇസ്മി ചൊല്ലിയിട്ട് വസ്ത്രം മാറണമെന്ന്. എന്നാൽ പിശാചുക്കൾ നഗ്നത കാണുകയില്ല എന്നോ. അല്ലാഹുവേ ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. ഔറത്ത് പ്രദർശിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാ. നിങ്ങളെ നോക്ക്, സാക്ഷാൽ ഇബ്ലീസ്. എന്താ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്തിന്റെ കാരണത്താൽ? ആദം നബിയെ സുജൂദ് ചെയ്യാത്തോണ്ടാ. എന്തിന്റെ കാരണത്താൽ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു? പഴം തിന്നോണ്ടാ. പഴം തിന്നാലല്ലോ പുറത്തു. പഴം തിന്നപ്പോൾ എന്താ സംഭവിച്ചത്? പഴം തിന്നപ്പോൾ അവർ രണ്ടുപേരുടെയും ഔറത്ത് വെളിവായി, ഔറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടു. അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഔറത്ത് പ്രദർശനമാണോ? സ്വർഗപ്രവേശനം പോലും നിഷിദ്ധമാണ്. ഈ പെണ്ണുങ്ങളെ ഔറത്ത് പറയുമ്പോ നിങ്ങളെ മാത്രമല്ല, ആണുങ്ങൾക്കുണ്ട് ഔറത്ത്. ഇതെല്ലാം എന്റെ ഓള് കേൾക്കേണ്ടതാ, ഓള് കേൾക്കട്ടെ, നല്ലോണം കേൾക്കട്ടെ എന്നല്ല, ഇത് ഞാനും കൂടി കേൾക്കേണ്ടതാ. മാടിക്കെട്ടും കെട്ടിയിട്ട് രണ്ട് തുടയും കാണിച്ചിട്ട് അങ്ങാടികളിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരി കേൾക്കേണ്ടതാണ്. നിന്റെ ഔറത്തേതാണ്? മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ് നിന്റെ ഔറത്തെങ്കിലോ ആ കാലിന്റെ തുടകൾ കാണിച്ച് മാടിക്കെട്ട് കെട്ടിയിട്ട് നടക്കുമ്പോ നീ ചെയ്യുന്നത് ഔറത്ത് പ്രദർശനമാണോ? നീ ചെയ്യുന്നത് ഹറാമാണോ? റസൂലുള്ളാഹി നിരോധിച്ച കാര്യമാണ്. പെണ്ണിന്റെ ഔറത്ത് മാത്രല്ല ഔറത്ത്, നമുക്കുണ്ട് ഔറത്ത്. മാടിക്കെട്ടും കെട്ടിയിട്ട് നടക്കാം. പള്ളി കമ്മിറ്റിന്റെ വെല്ലാള് അവരുടെ എന്താ കാര്യം? പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാടിക്കെട്ടാം അല്ലേ? മാത്രല്ല വസ്ത്രം ഞെരിയാണിക്ക് താഴെ. നമുക്കുണ്ട് വസ്ത്ര വിഷയത്തിൽ മര്യാദകള്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആണുങ്ങള്. എന്താണ് അതിന്റെ അവസ്ഥ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ലിസാർ ഫഫിന്നാർ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നരകത്തിലേക്കുള്ള ഏർപ്പാടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ബേജാറാകുന്നു. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിനക്ക് എന്തിനാ ബേജാറ്? അത് എന്റെ വസ്ത്രം ചിലപ്പോഴൊക്കെ ഞെരിയാണിക്ക് താഴെ പോകാറുണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറയാൻ, അത് നീ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ, അത് അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ലല്ലോ, അത് സാരമില്ല. അഹങ്കാരത്തോടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ഉമ്മമാരെ, നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ ഇരിക്കുന്ന സഹോദരന്മാരും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന വിഷയം അതല്പം ഗൗരവത്തോടെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, പോയി വുളു എടുത്തിട്ട് മാറ്റി നിസ്കരിക്കുന്നു. ഇയാള് പാവം വേഗം വുളു എടുത്തിട്ട് മാറ്റി നിസ്കരിച്ചു. രണ്ടാമത് അയാൾ ഇറങ്ങി വരുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, പോയി വുളു എടുത്ത് മാറ്റി നിസ്കരിക്ക്. ഇയാള് ബേജാറായി വീണ്ടും വുളു എടുത്ത് മാറ്റി നിസ്കരിച്ചു. രണ്ടാമത് ഇറങ്ങി വന്നപ്പോ മൂന്നാമതും റസൂലുള്ളാഹി പറഞ്ഞു, ഇദ്ഹബ് ഫതവല്ല, പോയി മാറ്റി നിസ്കരിക്ക്, വുളു എടുക്ക്. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, അല്ല നബിയെ, എന്റെ നിസ്കാരത്തിൽ എന്താ കുഴപ്പം, എന്താണ് തെറ്റ്? നബി തങ്ങൾ പറയാൻ, ഇന്നഹു കാന യുസല്ലി വഹുവ മുസ്ബിലുൻ ഇസാറഹു. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ നിസ്കരിച്ചത്. വ ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത റജുലിൻ മുസ്ബിലിൻ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ടുള്ള നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, സുഫിയാൻ റളിയല്ലാഹു അൻഹു വഴിയോരത്തിലൂടെ നടന്നു പോവുകയാണ്. വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ്. റസൂലുള്ളാഹി ഓടി പോവുകയും സുഫിയാന്റെ അരക്ക് പിടിച്ചിട്ട് പറയുകയാണ്, യാ സുഫിയാൻ ലാ തുസ്ബിൽ ഇസാറക്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കല്ല സുഫിയാനെ. ഇത് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. റസൂലുള്ളാഹി എങ്ങാനും നമ്മുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അരികെ വരികയും നമ്മുടെ അരക്ക് പിടിച്ചു പറയുകയും ചെയ്യും, യാ ഫുലാൻ ലാ തുസ്ബിൽ ഇസാറക്, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കല്ലടാ എന്ന് റസൂലുള്ളാഹി പറയുമായിരുന്നു.
പറയുന്നു. പക്ഷെ ഇന്ന് റസൂലുള്ള നമ്മുടെ കൺമുന്നിലില്ല എങ്കിലും ആ ഹബീബ് പറഞ്ഞ വാക്ക് ഇന്നും നമ്മുടെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. മാ അസ്ഫലൽ കഅബൈന മിനൽ ഇസാരി ഫഫിന്നാർ. ഇത് കുറച്ചും ഗൗരവമുള്ള വിഷയമാണ്. ഔറത്ത് എന്ന് പറയുമ്പോ പെണ്ണുങ്ങളുടേതൊന്നും മാത്രം മനസ്സിലാക്കരുത്. ആണുങ്ങൾക്കും ഔറത്തുണ്ട്. അത് കൃത്യമായി മറക്കാൻ വേണ്ടി സാധ്യമാവണം. ഒരു ഹദീസ് പറയാം, കേട്ട മുഅ്മിനീങ്ങളെ. ഇനി അങ്ങോട്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കാൻ നമുക്ക് തോന്നൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൽ ലാ യുകല്ലിമുഹുമുല്ലാഹ്. 3 വിഭാഗം ആളുകൾ, അവരോട് നാളെ പരലോകത്ത് അല്ലാഹു സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവരെ നോക്കുകയോ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവുകയോ അല്ലാഹു അവരെ പരിഗണിക്കുകയോ ചെയ്യുകയില്ല. എത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്. പരലോകത്താണ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ ഏറ്റവും കൂടുതൽ നാം പ്രതീക്ഷിക്കുന്നത്. നബി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ടെങ്കിലോ അതിൽ ഒരു കാരുണ്യം മാത്രമേ ഈ ഭൂമുഖത്ത് അല്ലാഹു ഇറക്കിയിട്ടുള്ളൂ. ബാക്കി 99 കാരുണ്യവും അല്ലാഹു പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഏറ്റവും അല്ലാഹുവിന്റെ കാരുണ്യം ആവശ്യമായിട്ടുള്ളത് അത് പരലോകത്താണ്. പക്ഷെ അല്ലാഹു പറയുന്നു, റസൂലുള്ള പഠിപ്പിക്കുന്നു, അല്ലാഹു നോക്കുക പോലുമില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല 3 വിഭാഗം ആളുകൾക്ക്. ഏതൊക്കെയാ 3 വിഭാഗം? ഒന്ന് അൽ മുസ്ബിൽ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ്. രണ്ടാമത്തേത് വൽ മന്നാൻ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവനാണ്. മൂന്നാമത്തേത് വൽ മുനഫിഖു സിൽഅതുഹു ബിൽ ഹൽഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന കച്ചവടക്കാരനാണ്. ഈ 3 വിഭാഗങ്ങളിലേക്കും അല്ലാഹുവിന്റെ നോട്ടമില്ല. അതിൽപ്പെട്ടതാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്ന വിഷയം. അല്പം ഗൗരവമാണ്. ഇൻഷാ അല്ലാഹ് ഒരു തീരുമാനമെടുക്കണം മനഃപൂർവ്വം. നമ്മുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ പോകൂല എന്ന്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിലെ വസ്ത്രധാരണം എത്രമേൽ മാന്യമാണ്, പരിശുദ്ധമാണ് എന്ന് ഈ വാക്കുകളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഈ പർദ്ദ സംവിധാനം അഥവാ ടൈറ്റ് ഫിറ്റ് ആവാത്ത രീതിയിലോ നമ്മുടെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പ്രദർശിപ്പിക്കപ്പെടേണ്ടി വരാത്ത രീതിയിലോ വസ്ത്രധാരണം നടത്തുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനാണപ്പാ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കരുത്. നിങ്ങൾ അറിയോ, ബീവി ഫാത്തിമ, ഉണ്ടാതിരിക്കണ്ട, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ പുന്നാര മോളാണ്. റസൂലുള്ളാഹിന്റെ കൂടെയുണ്ടായവരാണ്. രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും നടത്തത്തിലും റസൂലുള്ളാഹിനെ പോലെയാണ് പുന്നാര മോൾ. ആ ഹബീബിന്റെ കൂടെ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെയുണ്ടായവരാണ്. റസൂലുള്ളാഹി വഫാത്തായതിന് ശേഷം പിന്നെ ഒരു തവണ പോലും ചിരിച്ചിട്ടില്ല. ആ റസൂലുള്ളാഹി വഫാത്തായതിന്റെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവി മരിക്കുന്നതെങ്കിലും ആ ഫാത്തിമ ബീവിയുടെ വഫാത്ത് വരെ, ആ ഫാത്തിമ ബീവി വഫാത്താകുന്നത് വരെ ഒരു തവണ പോലും ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ചരിത്രം ഇത് വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അത്രമേൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആ ഫാത്തിമ ബീവി പോയ സ്വർഗ്ഗത്തിലേക്കല്ലേ നമുക്കും പോകേണ്ടത്? അതിനു വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, ചരിത്രത്തിൽ ഫാത്തിമ ബീവി ഒരു ദിവസം കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കരഞ്ഞതെന്നറിയോ?
പട്ടിണി വന്നപ്പോഴും കരഞ്ഞിട്ടില്ല, വേദനിക്കേണ്ടി വന്നപ്പോഴും കരഞ്ഞിട്ടില്ല. എത്രത്തോളം പനി പിടിച്ച് കിടന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി പോയപ്പോ റസൂലുള്ള ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ വിഷമായ ബുദ്ധിമുട്ടായ? അപ്പോൾ ഒരു പുതപ്പ് കൊണ്ട് മൂടി പുതച്ചിട്ടാ ഉള്ളത്. ഉടുതുണിക്ക് മറുതുണി പോലുമില്ല, ഉടുതുണി പോലുമില്ല, ഔറത്ത് മറക്കാൻ വസ്ത്രം പോലുമില്ല. ഇന്ന് നമുക്കെത്ര പർദ്ദയുണ്ട് എന്നതിന്റെ എണ്ണം നമുക്കറിയില്ല, ഇന്ന് നമുക്കെത്ര മാക്സിയുണ്ട് എന്നതിന്റെ എണ്ണം നമുക്കറിയില്ല. എന്നാൽ ആ പുതച്ച കമ്പിളി പുതപ്പല്ലാതെ വേറൊരു വസ്ത്രവും റസൂലുള്ളാഹി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്കില്ലായിരുന്നു. അങ്ങനെ പനി പിടിച്ച് ആ കമ്പിളി പുതപ്പ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഫാത്തിമാന്റെ അരികെ ചെന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കാണ്, മോളെ ഒക്കെ വിഷമമുണ്ടാ? വസ്ത്രമില്ലാത്തത് കൊണ്ട്, രോഗം പിടിച്ചത് കൊണ്ട് വിഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ ബീവി പറഞ്ഞെന്താണെന്നറിയോ? നബിയെ, ഒരു വിഷമമൊന്നുമില്ല, സങ്കടങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. എന്നാലും ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും തിന്നിട്ടില്ല നബിയെ. ഒരു മകളുപ്പയോട് പറയുന്ന വർത്തമാനമാണത്. പാ, ഇന്ന് നേരം വെളുത്തിട്ട് ഞാനൊന്നും തിന്നിട്ടില്ല വാപ്പാ എന്ന് ആ പ്രിയപ്പെട്ട മകളും ഉപ്പയോട് പറയുമ്പോൾ ഉപ്പാന്റെ മനസ്സത്ര വേദനിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള പൊന്നുമോൾ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വിശപ്പനുഭവിച്ചു, പരാതി പറഞ്ഞില്ല. വസ്ത്രമില്ലാതെ ജീവിച്ചു, പരാതി പറഞ്ഞില്ല. ഒരുപാട് കഷ്ടനഷ്ട യാതന വേദനകൾ അനുഭവിച്ചു, പരാതി പറഞ്ഞില്ല. സങ്കടപ്പെട്ടില്ല, കരഞ്ഞില്ല. ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു തുള്ളി കണ്ണീരും ആ കവിളണകളിലൂടെ ഒഴുകി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയോ? കൂടെയുള്ളവർ ചോദിച്ചു, അല്ല ഫാത്തിമ, നിങ്ങൾ എന്തിനായി കരയണത്? ഫാത്തിമ ബീവി പറയാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫൻ ചെയ്യുമല്ലോ. എന്നെ കഫൻ ചെയ്യുമ്പോ എന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ കഫൻ ചെയ്യുക. എന്റെ വസ്ത്രം എന്റെ ശരീരത്തോട് ചേർന്നിട്ടാണല്ലോ ഉണ്ടാവുക. കഫൻ ചെയ്ത മയ്യത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ മയ്യത്തിനോട് ചേർത്ത് ടൈറ്റ് ആക്കിയിട്ടാണ് കഫൻ ചെയ്യുക. അപ്പോൾ ആ മയ്യത്തിന്റെ ഷേപ്പ്, ആകൃതി ഇങ്ങനെ കാണും നമുക്ക്. ഫാത്തിമ ബീവി പറയാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, എന്നെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മയ്യത്തിന്റെ ആ ഷേപ്പ്, എന്റെ ശരീരത്തിന്റെ രൂപം മറ്റുള്ളവർ കാണുമല്ലോ. എന്റെ മയ്യത്ത് കബറടക്കാനും വേണ്ടി കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ ആ രൂപം ഇങ്ങനെ ആളുകൾ കാണുമല്ലോ. എന്റെ അവയവത്തിന്റെ രൂപം ആളുകൾ കാണൂലേ? അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഔറത്ത് മറക്കാതെ, തല മറക്കാതെ, മുടി വെളിവാക്കിയിട്ട്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും വെളിവാക്കിയിട്ട് നടന്നു പോകുന്ന സഹോദരിമാർക്ക് ആ ഫാത്തിമ ബീവി പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ ഫാത്തിമ ബീവി കരയുകയാണ്. അപ്പോഴാണ് പറഞ്ഞതില്ല, ഫാത്തിമ, ഔറത്ത് കാണാത്ത രീതിയിൽ മയ്യത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനമുണ്ട് എന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവിക്ക് ആശ്വാസമായതെങ്കിലും പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഫാത്തിമ ബീവി പോയ സ്വർഗത്തിലേക്കാണ് നമുക്കും പോകാനുള്ളതെങ്കിലോ നമ്മൾ മറക്കേണ്ട ഭാഗം കൃത്യമായി മറക്കാൻ വേണ്ടി കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രണ്ടു വിഭാഗം ആളുകൾ നരകത്തിലാണ്, അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന്. ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രമേ ഇവരെ പറയാം. രണ്ട് വിഭാഗം നരകത്തിലാണ്, അവരെ ഞാൻ കാണാതിരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഏതൊക്കെയാണ് ആ രണ്ട് വിഭാഗങ്ങളിൽ? ഒന്ന് എന്നറിയോ? ചില സഹോദരിമാരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നത കാണുന്നുണ്ട്. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റിഹഹാ. അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകൂല എന്ന് മാത്രമല്ല, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഔറത്ത് പ്രദർശനം എത്രമേൽ വലിയ പാപമാണെന്ന് ആലോചിക്കുക. ഈ അടുത്ത് പെൺകുട്ടികൾക്ക് മാത്രം ഒരു ക്ലാസ് എടുത്തു. പ്രണയത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വന്നു.
+2 പഠിക്കുന്ന മോളാണ്. ആ മകള് കുറച്ച് കരയുന്നുണ്ട്, കണ്ണെല്ലാം ഇങ്ങനെ നിറയുന്നുണ്ട്. കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ എനിക്കിനി പ്രേമം വേണ്ട, ഇനി ഞാൻ പ്രേമിക്കൂല. എന്റെ പ്രേമം, എന്റെ പ്രണയം, എന്റെ സ്നേഹം ഇനി എന്റെ ഉമ്മയോടാണ്, എന്റെ ഉപ്പയോടാണ്. ഇനി എനിക്കൊരു പ്രേമവും വേണ്ട. +2 പഠിക്കുന്ന പെൺകുട്ടിയാ പറയണത്. പക്ഷെ ആ പൊന്നുമോൾ ആ സമയത്ത് തന്നെ ഒരു കാര്യവും പറഞ്ഞു, എന്നാലും ഉസ്താദേ എനിക്ക് പേടിയാകുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ പേടി? പ്രേമം നിർത്താൻ നിനക്കെന്തിനാണ് പേടി എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഉസ്താദേ പ്രേമിക്കുന്ന നേരത്ത് വാട്സപ്പിലൂടെ ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആ നേരത്ത് അവന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ എന്റെ ഫോട്ടോകൾ അവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ അയച്ചു കൊടുത്ത ഫോട്ടോയിൽ എന്റെ വസ്ത്രമിടാത്ത ഫോട്ടോകളുണ്ട് എന്ന്. നഊദു ബില്ലാഹ്. ഇന്നലെ പരിചയപ്പെട്ട കാമുകൻ തന്റെ വാട്സപ്പിലൂടെ നിന്റെ വസ്ത്രമിടാത്തൊരു ഫോട്ടോ അയച്ചു തരണമെന്ന് ശാഠ്യം പിടിച്ചപ്പോ അവന്റെ ആ ശാഠ്യത്തിന്റെ മുന്നിലോ മനസ്സ് പതറിയിട്ട് അവന്റെ മുന്നിലോ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിന്റെ മുന്നിലോ വസ്ത്രം അഴിച്ചു മാറ്റാൻ പോലും മാനസികാവസ്ഥയിൽ കഴിയുന്ന സഹോദരിമാർ വളർന്നുകൊണ്ടിരിക്കുന്ന പരിതാപകരമായ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. നമ്മൾ വിചാരിക്കുന്നുണ്ടാ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കലോടുകൂടി എല്ലാം തീർന്നു എന്ന്. അങ്ങനെ ആരും വിചാരിക്കല്ല. അത് വാട്സപ്പിൽ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ആക്കിയാലും ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിലീറ്റ് ആക്കിയ ഫോട്ടോകൾ തിരിച്ചെടുക്കാൻ കഴിയും. ഡിലീറ്റ് ആക്കിയ ഫോട്ടോകൾ തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും ഡിലീറ്റ് ആക്കപ്പെടുന്നില്ല. എല്ലാം അവിടെ ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മളെ ഈ ഫോണിലല്ല. ഇതിൽ നിന്ന് കാമുകനാണെങ്കിലും മറ്റാർക്ക് വേണ്ടിയാണെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരും കാണൂലാന്ന് കരുതിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കിയാലും ഡിലീറ്റ് ആവൂല. ഫോൺ അങ്ങനത്തെ ഒരു സാധനം. ഇത് കണ്ടുപിടിച്ചാലും വെറുതെ പിരാന്തായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല, വല്ല ബുദ്ധിമാന്മാരെ കണ്ടുപിടിച്ചതാ. ഡിലീറ്റ് ആക്കിയതും തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഈ ഫോണിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഫോട്ടോകൾ. അതുകൊണ്ടാണ് പെൺമക്കളെ പറയണത്, വേണ്ട, നമുക്ക് ഈ സംസ്കാരം വേണ്ട. അന്യന്റെ മുന്നിൽ അത് ഫോണിലൂടെയാണെങ്കിലും ഔറത്ത് കാണിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങള് എത്രമേൽ നെറികെട്ടതാണ്, എത്രമേൽ വെറുക്കപ്പെട്ടതാണ്. അത്തരം ഒരു പ്രവർത്തനം ചെയ്യുന്ന പെണ്ണാണ്, മകളാണ് എന്റെ മകളെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാൻ പോലും ഉമ്മാക്ക് പ്രയാസമാകും. ഉമ്മാക്ക് പ്രയാസാവും. എന്നാലോചിച്ചു നോക്ക്, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, എവിടത്തേക്കാണ് ഈ ഔറത്തും കാണിച്ച് നടക്കുന്നത്? നടന്നാലും എത്ര വരെയാ നമ്മൾ നടക്കുക? ഒരു കാലം വരാനുണ്ട്, എല്ലാ ശക്തിയും ക്ഷയിച്ചു പോകുന്ന സമയം, ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന നേരം. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, അങ്ങനെ ഒരു സമയം വരാനുണ്ട്. ഓർത്തു നോക്ക്, നമ്മള് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ദിവസം നമ്മളെ ഉമ്മമാര്, നമ്മളെ ഉപ്പമാര്, ഈ ഇരിക്കുന്ന സഹോദരിമാര് എല്ലാവരും വിട പറയുന്നൊരു രംഗം. അല്ലാഹുവേ, ആ സമയത്ത് ഈമാനോടെ മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇന്ന് ചില സഹോദരിമാർ പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിച്ച് ഒരുപാട് മതമുള്ളവരെയും മതമില്ലാത്തവരെയും കണ്ടു വളരുന്ന എത്രയോ സഹോദരിമാര് ശുദ്ധമായ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ വലിയ ആവേശം കാണിക്കുന്നുണ്ട്. അവരോട് വീണ്ടും പറയുകയാണ്, വിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് നൽകിയ മഹത്വം എത്രയായിരുന്നു എന്ന്. എത്രയാ ഒരു പെണ്ണിന്റെ ജന്മം, ഒരു പെണ്ണിനെ പോറ്റി വളർത്തി കഴിഞ്ഞാൽ പെമ്മക്കളുള്ള പിതാവോ മാതാവോ ഇവിടെ ഉണ്ടാ? ആരുമില്ലേ? പെമ്മക്കളുള്ള രക്ഷിതാക്കളൊന്ന് കൈവക്കിയ മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് ആർക്കും ഇല്ല? മാഷാ അല്ലാഹ്. പെമ്മക്കളുള്ളവരെ, ആമക്കളുള്ളവരല്ല. പെമ്മക്കളുള്ള രക്ഷിതാക്കളോട് റസൂലുള്ളാഹി എന്താ പറഞ്ഞെന്നറിയോ? മൻആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമ. രണ്ട് പെൺമക്കളെ മാന്യമായി പോറ്റി വളർത്തി കഴിഞ്ഞാൽ, രണ്ടാളുണ്ടാ? രണ്ട് മക്കൾ.
മാഷാ അല്ലാഹ്. നിങ്ങൾക്കൊന്നും ഇല്ലേ? രണ്ട് പെൺമക്കൾ. മാഷാ അല്ലാഹ്. അല്ലാഹു തആല ഇനിയും ഏറ്റി കൊടുക്കട്ടെ. അതിലൊരു ആമിയ ശക്തിയായിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് രണ്ട് പെൺമക്കള്. ഇത് നബിതങ്ങളെ വാക്കാണ്, സ്വഹീഹായ ഹദീസാണ്. കളവ് പറയൂല, വെറുതെ പറയൂല, വെറുതെ സുയിപ്പാക്കാൻ വേണ്ടി പറയുന്ന വർത്താനം പറയൂല. ആര്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബിതങ്ങളാണ് പറയണത്, രണ്ട് പെൺമക്കളെ മാന്യമായി പോറ്റി വളർത്തി കഴിഞ്ഞാൽ ആ മാതാപിതാക്കളും ഞാനും നാളെ പരലോകത്ത് ഇതുപോലെയായിരിക്കും. രണ്ട് വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, അന വഹുവ കഹാതൈൻ. രണ്ട് പെൺമക്കളെ മാന്യമായി പോറ്റി വളർത്തി കഴിഞ്ഞാൽ അവരും ഞാനും നാളെ സ്വർഗ്ഗലോകത്ത് പരലോകത്ത് ഇതുപോലെ ഈ രണ്ട് വിരലുകൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ടോ അത്രമാത്രം ഞാൻ അവരോട്, അവരെന്നോട് ചേർന്ന് നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. രണ്ട് പെൺമക്കളുള്ള പിതാക്കളെ, രണ്ട് പെൺമക്കളുള്ള ഉമ്മമാരെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യം ചെയ്ത ഉമ്മമാരാണ്, നിങ്ങൾ എത്ര വലിയ ഭാഗ്യം ചെയ്ത ഉപ്പമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബത്ത്, ചില സഹാബികൾക്ക് ഒരു പെണ്ണേ ഉള്ളൂ. അപ്പൊ അവര് നേരെ ചോദിച്ചു, നബിയെ ഒരു പെണ്ണേ ഉള്ളൂ, എന്നാലോ? അപ്പോൾ പറഞ്ഞു, ഒന്നായാലും. എന്ത് പറഞ്ഞു? ഒന്നായാലും ഇങ്ങനെ തന്നെ. ഒരു പെണ്ണാണെങ്കിലും മാന്യമായി പോറ്റി വളർത്തി. കുറച്ച് ആശ്വാസമായ അല്ലേ? എന്നാ പിന്നെ 1000 രൂപ സമ്മാനം വേറെ കൊടുക്കണം. ഒന്നാണെങ്കിലും ആ പെണ്ണും ആ ഉമ്മയും ആ ഉപ്പയും ഇപ്രകാരം തന്നെ ആയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്ക്. മാന്യമായി പോറ്റി വളർത്തണം. എല്ലാ ഉപ്പയും എല്ലാ ഉമ്മയും മാന്യമായിട്ട് തന്നെ വളർത്തുന്നത്. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ മോളെ ഉപ്പാനെ പറയിപ്പിക്കല്ലേ, ഉപ്പാനെ മോശാക്കല്ലേ. 1000 വട്ടം പോറ്റി വളർത്തുന്നതിനിടയിൽ ഈ മകളോട് ഈ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, മോളെ നന്നായിട്ട് നടക്കണേ, നന്നായിട്ട് നടക്കണേ, ഔറത്തൊന്നും വെളിവാക്കി നടക്കല്ലേ, ലജ്ജ വേണേ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണേ. എത്ര ഉപദേശങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളോട് നടത്തിയത്. അപ്പൊ ഈ മോള് പറയാം, ഈ ഉമ്മാക്ക് ഇതന്നെ പണി, അപ്പൊ നോക്കിയാൽ ഉപദേശിക്കൽ നിങ്ങൾക്ക് ഇതന്നെ പണിയുള്ളൂ എന്ന് പറഞ്ഞു ചൂടായിട്ടുണ്ട്. സങ്കടം തോന്നാണ്. ഈ റമദാനിൽ ഒരാഴ്ച മുമ്പ്, ഒരാഴ്ച മുമ്പ് ഒരു സഹോദരി ഒരു സങ്കടത്തോടെ ഒരു എഴുത്തെഴുതിയിട്ട് നമ്മുടെ മുബാദറ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ അയച്ചു കൊടുത്തു. എന്താ എഴുത്തെന്നറിയോ? ആ സഹോദരിയുടെ അയൽവക്കത്ത് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മാക്ക് ഒരു കുഞ്ഞു പിറന്നു. ആ കുഞ്ഞിന് 3 വയസ്സായപ്പോ, മോളാണ്, 3 വയസ്സായപ്പോ ഭർത്താവ് ഈ ഭാര്യയെ ഒഴിവാക്കിയിട്ട് പോയി. അപ്പൊ ഈ 3 വയസ്സുള്ള മകളെ ഈ ഉമ്മ പോറ്റി വളർത്തി. ആൾക്കാരും കുടുംബക്കാരും നിർബന്ധിച്ചു വേറൊരു കല്യാണം കഴിക്കാൻ. ഈ ഉമ്മ പറഞ്ഞത്രേ, എന്റെ മോക്ക് വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം, എന്റെ മോക്ക് വേണ്ടിയാണ് ഇനി എന്റെ ജീവിതം. ആ ഉമ്മ ആ മകൾക്ക് വേണ്ടി ജീവിച്ചു, ആ മകൾക്ക് വേണ്ടി ജീവിച്ചു. ആ മകള് വളർന്നു, ആ മകള് വലുതായി. പക്ഷേ ഇപ്പോ ഏകദേശം 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ വിശുദ്ധമായ റമദാനിന്റെ പകലിൽ ആ പൊന്നുമോളെ കാണുന്നില്ല. യാ അല്ലാഹ്, ഏതോ ഒരുത്തന്റെ കൂടെ, അതും മന്യമതത്തിൽപ്പെട്ട മറ്റൊരുത്തന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. എത്ര സങ്കടകരമായ വാർത്തയാണ്, എത്ര ദുഃഖകരമായ വാർത്തയാണ്. ആ ഉമ്മ എത്ര കരയുന്നുണ്ടാകും. ഉപ്പ ഇട്ടേച്ചു പോയിട്ടും ഉപ്പയില്ലാതിരുന്നിട്ടും വളരെ പ്രയാസത്തോടെ പോറ്റി വളർത്തിയില്ലേ. മാന്യമായിട്ട് തന്നെയാ പോറ്റി വളർത്തിയത്. പക്ഷേ വഴിതെറ്റാനും വഴിതെറ്റിക്കാനും സാഹചര്യങ്ങളും സൗകര്യങ്ങളും ധാരാളമുള്ള ഈ കാലത്ത് യാ അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ
ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര് സഹോദരന്മാര് നമ്മൾ വിചാരിക്കും നമ്മുടെ പെൺമക്കൾ നമ്മുടെ കൂടെ തന്നെയാണ്. ശരിയാണ്, നമ്മുടെ കൂടെയുണ്ടോ, നമ്മളോട് മാന്യമായി പെരുമാറുന്നുണ്ടോ? പക്ഷേ മനസ്സൊന്ന് തെറ്റിപ്പോകാൻ, മനസ്സൊന്ന് മാറിപ്പോകാൻ ഒരല്പ സമയമേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ ഈ ഇരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ആ ഉമ്മയും ഈ ഉപ്പയും ആ മക്കളോടുള്ള സ്നേഹം നന്നായി പ്രകടിപ്പിക്കുക. മക്കൾക്ക് തിരിയണം, മക്കൾക്ക് മനസ്സിലാവണം എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും എന്നെ വലിയ ഇഷ്ടമാണെന്നോ. ആ തരത്തിൽ എത്രമാത്രം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ സ്നേഹം പ്രകടിപ്പിക്കുക. പക്ഷെ ആ സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമായി മകൾക്ക് തോന്നുന്നു എനിക്ക് ഔറത്ത് കാണിച്ച് നടക്കണമെന്ന് മകൾക്ക് തോന്നുകയാണെങ്കിലോ അതിന് നീ അനുവദിച്ചു കൊടുക്കരുതോ, അതിന് നീ കൂട്ടു നിൽക്കരുതോ. ഹറാമ് നിന്റെ മകള് ചെയ്യുന്നത് കാണുമ്പോ അരുതെന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ടാവണം രക്ഷിതാവിന്. അരുതെന്ന് പറയാനുള്ള ബോധമുണ്ടാവണം ഉമ്മ ഉപ്പമാർക്ക്. നന്മകൾക്ക് കൂട്ടു നിൽക്കുക, നന്മയിൽ വളർത്തുക, നമ്മളൊരു മാതൃകയാവുക. അതാണ് 2ാമത്തെ കാര്യം. എന്റെ ഉപ്പയും എന്റെ ഉമ്മയും നല്ലവരാണോ എന്ന് മക്കൾക്ക് തോന്നണമെങ്കിൽ ആ മക്കൾ ഉപ്പയെയും ഉമ്മയെയും അനുസരിക്കുന്നതാണ്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങളെ പൊന്നു മക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കള്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ ആൺമക്കള് ഔറത്ത് പ്രദർശനം എന്ന് പറഞ്ഞ ലജ്ജ മനസ്സിൽ നിന്ന് ഇങ്ങനെ നീങ്ങിപ്പോകാനുള്ള കാരണം, അതിങ്ങനെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല. പിന്നെ നീ ഔറത്ത് മറക്കെന്ന് പറഞ്ഞാൽ മറക്കൂല. അപ്പോഴേക്കും ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ ആ രീതിയിൽ വളർത്തുക. ഔറത്ത് മറക്കാനുള്ള പരിശീലനം ചെറിയ പ്രായത്തിലെ നമ്മൾ നൽകേണ്ടതുണ്ട്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. 2 പെൺമക്കളെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. 2 പെൺമക്കളെ കൈ പിടിച്ചിട്ടാ പോകുന്നത്. ആയിഷ ബീവിയുടെ വീട്ടിലെത്തിയപ്പോ അമ്മ പറയാണ്, ആയിഷ ഉമ്മയോട് പറയുകയാണ്, ആയിഷ ബീവിയോട് പറയാണ്, ഈ ഉമ്മ കരയാണ്. എന്റെ ഈ 2 മക്കള് പട്ടിണിയിലാണ്, എന്റെ ഈ 2 മക്കള് പട്ടിണിയാണ്. തിന്നാൻ വല്ലതും തരുമോ എന്ന്. ഞാനും പട്ടിണി, 2 പെൺമക്കളും പട്ടിണി, തിന്നാൻ വല്ലതും തരുമോ എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിലേക്ക് ഓടുകയാണ്. പരതി നോക്കുകയാണ്, വല്ലതുണ്ടോ എന്നോ. ഒന്നുമില്ല. ആകെയുള്ളത് 3 കാരക്കയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 കാരക്കയുമായി വന്നിട്ട് ആ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഉമ്മ അത് വാങ്ങുകയാണ്. എന്നിട്ടോ ഒരു കാരക്ക ഒരു കുഞ്ഞിന് കൊടുക്കുന്നു, മറ്റൊരു കാരക്ക 2ാമത്തെ കുഞ്ഞിനും കൊടുക്കുന്നു, 3ാമത്തെ കാരക്ക ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന എനിക്ക് തിന്നാമല്ലോ എന്ന് കരുതിയിട്ട് സ്വന്തം കയ്യിലങ്ങ് പിടിച്ചു വെക്കുകയാണ്. പക്ഷേ കാരക്ക കിട്ടിയ ഉടനെ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത 2 മക്കളും അത് പെട്ടെന്ന് തിന്നു തീർക്കുന്നു. എന്നിട്ടോ 2 പെൺമക്കളും ആ ഉമ്മയിലേക്ക് കൈ ഇങ്ങനെ ചൂണ്ടുകയാണ്, കൈ നീട്ടുകയാണ്. ഉമ്മ, നിങ്ങളെ കാരക്ക ഞങ്ങൾക്ക് തരോ. ആ വിശന്നിരിക്കുന്ന ഉമ്മ തന്റെ വിശപ്പ് പരിഗണിക്കാതെ ആ കാരക്ക 2 കഷ്ണമാക്കി ആ 2 മക്കൾക്കും അങ്ങ് വീതം വെച്ചു കൊടുക്കുന്നു. എന്നിട്ടോ വിശന്നിട്ടിയ വയറുമായി ആ ഉമ്മ 2 പെൺമക്കളെ കയ്യും പിടിച്ചിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആയിഷ ബീവി ആ ഉമ്മയെ നോക്കി പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ഈ ഒരു പ്രവർത്തനം കാരണം ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു.
ഔ അഅ്തഖഹാ ബിഹാ മിനന്നാർ. ഈ രണ്ട് പെൺമക്കളെ സന്തോഷിപ്പിച്ചു എന്ന കാരണത്താൽ ആ ഉമ്മാക്ക് നരകവും നിഷിദ്ധമായിരിക്കുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. പെൺമക്കളെ സന്തോഷിപ്പിച്ചപ്പോ സ്വർഗം നിർബന്ധമായി, നരകം നിഷിദ്ധമായി. ഇൻഷാ അല്ലാഹ് നമ്മുടെ പെൺമക്കള് അവരുടെ മനസ്സിന് സന്തോഷം പകരാൻ വേണ്ടി സാധ്യമാവണം. ഈ അടുത്ത് ഒരു പെണ്ണ് +2 പഠിക്കുന്ന പെണ്ണ് കരഞ്ഞോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ എന്തും ഞങ്ങൾ സഹിക്കും, എന്തും ഞാൻ സഹിക്കും, ഞാൻ നല്ല ക്ഷമയുള്ളവളാണ്. പക്ഷേ എന്റെ ഉമ്മ നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ പോലും എന്നോട് കയർത്തു സംസാരിക്കുന്നു. ചെറിയ ചെറിയ വിഷയത്തിന്റെ പേരിൽ പോലും എന്നോട് പിണങ്ങി നിൽക്കുന്നു. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉമ്മ അടിച്ചോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഉമ്മ മിണ്ടാതിരിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. കുറെ ദിവസങ്ങളോളം ഉമ്മ മിണ്ടാതിരിക്കും. ഏതെങ്കിലും ഒരു പണി പറഞ്ഞിട്ട് അത് സമയത്തിന് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഉമ്മ എന്നോട് മിണ്ടാതിരിക്കും. ദിവസങ്ങളോളം മിണ്ടാതിരിക്കും. ഒരേ വീട്ടിൽ കഴിയുന്ന എന്റെ ഉമ്മ എന്നോട് മിണ്ടാതിരിക്കുമ്പോ സഹിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല എന്ന് ആ പൊന്നുമോള് പറയുകയാണ്. ഉമ്മമാരെ നമ്മുടെ വീട്ടിലെ പൊന്നുമക്കള് നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെൺമക്കളെ അവരോട് മിണ്ടണം, അവരോട് വർത്തമാനം പറയണം, അവരുടെ മനസ്സിന് സന്തോഷം പകരണം, അവരുടെ മനസ്സിന് ആശ്വാസം നൽകണം. അവരെ കുറിച്ചല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ പറഞ്ഞത്, സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു, നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നോ. ഇൻഷാ അല്ലാഹ് വിഭാഗത്തിൽ പറയണം. ഇങ്ങനെയൊക്കെ മക്കളെ സന്തോഷിപ്പിക്കുമ്പോഴും ഔറത്ത് മറക്കുന്ന വിഷയത്തില്, ഹിജാബ് ധരിക്കുന്ന വിഷയത്തില്, തട്ടം ധരിക്കുന്ന വിഷയത്തില്, മുടിയഴക് പ്രദർശിപ്പിക്കാതിരിക്കുന്ന വിഷയത്തില്, എന്റെ മകളുടെ ഔറത്ത് മറ്റൊരാള് കാണരുത് എന്ന വിഷയത്തില് നിർബന്ധ ബുദ്ധി, കാർക്കശ്യ നിലപാട് ഓരോ രക്ഷിതാവിനും ഉണ്ടാവണം. നമ്മുടെ പെൺമക്കളോ ഒന്നിരിക്കെ 5ലോ 8ലോ 10ലോ +2ലോ പഠിക്കുന്ന മകളായിരിക്കും. അവള് ശരിയായ രീതിയിൽ ഔറത്ത് മറക്കാതെയാണ് നടന്നു പോകുന്നതെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമുക്കൊന്നും തോന്നൂല. നമ്മുടെ മോളല്ലേ, അവള് കുഞ്ഞുമോളല്ലേ, അവൾ ചെറിയ കുട്ടിയല്ലേ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും. പക്ഷേ നമുക്കാണ് അവര് ചെറിയ മക്കള്. തെരുവോരങ്ങളിലൂടെ ഔറത്ത് മറക്കാതെ നടന്നു പോകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിരിക്കുന്ന കഴുക കണ്ണുമായി കാത്തിരിക്കുന്ന പൂവാലന്മാർ, അവരുടെ കണ്ണുകളിൽ നിന്റെ മകള് കൊച്ചു കുഞ്ഞല്ല, നിന്റെ മകള് ചെറിയ കുട്ടിയല്ല. അവര് കാമക്കണ്ണോടെ മകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഔറത്തിലേക്ക് കണ്ണും നട്ടു നോക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തിനാണ് നാട്ടിലുള്ള പൂവാലന്മാർക്ക് കൊത്തി വലിക്കാൻ പാകത്തിലോ നമ്മുടെ മക്കളെ ഒരുക്കി വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? മാറ്റി നിർത്തണം, ഒഴിവാക്കണം ഈ സംവിധാനം. ഔറത്ത് മറക്കണം. എന്റെ മകളുടെ ഔറത്ത് വെളിവാക്കപ്പെടാൻ പാടില്ല എന്ന് ഉപ്പമാര് തീരുമാനിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ മക്കള് വലുതായാൽ നാട്ടുകാരോട് പറയും, എന്റെ ഉമ്മ അരുതെന്ന് പറഞ്ഞിട്ടില്ല, എന്റെ ഉപ്പ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് നാട്ടുകാരോട് പറയും. ഇനി അതും കഴിഞ്ഞ് മരിച്ച നാളെ പരലോകത്തെത്തി കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഈ മക്കൾ പറയും, അല്ലാഹുവേ, ഔറത്ത് മറക്കാതെ ഹറാമായ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ ജീവിക്കുമ്പോ മോളെ ഇത് ചെയ്യരുത് എന്ന് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടില്ല, മകളെ ഇത് പാടില്ല എന്ന് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകാനുള്ള കാരണക്കാർ എന്റെ ഉപ്പയും എന്റെ ഉമ്മയുമാണ്. ആ ഉപ്പാനെ എനിക്കൊന്ന് കാണിച്ചതാ അല്ലാഹ്, ആ ഉമ്മാനെ എനിക്കൊന്ന് കാണിച്ചതാ അല്ലാഹ്, ഞാൻ അവരുടെ നെഞ്ചത്തൊന്ന് ചവിട്ടട്ടെ എന്ന് ആ മക്കൾ നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.
വാക്കുകൾ ചുരുക്കുകയാണ്. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. പ്രത്യേകിച്ച് ഇന്നലെ സ്വതക്ക കൊടുത്തവർ, അതുപോലെ തന്നെ ഇന്നും സ്വതക്ക നൽകുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. 8 ലക്ഷത്തോളമാണ് നമ്മുടെ കടം. ഏകദേശം ഒരു 5 ലക്ഷം രൂപ, ആ പൊന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം. ഇന്നലെ ബാക്കിയും വേണം ഒരു 3 ലക്ഷം രൂപ. നിങ്ങളിങ്ങനെ പീയുകയല്ല ഞാൻ. നിങ്ങൾ വിചാരിക്കണ്ട ഇയാളല്ലേ ഇന്നലെ ഇങ്ങനെ പിഴിഞ്ഞിട്ടെല്ലാം പോയി, ഇനിയും പിയ്യാൻ നോക്കിയാണ്. ഇതെല്ലാം വെയിലത്തിട്ട് ഉണങ്ങിയിട്ടാണ്, ഇതിന് എത്ര പിഞ്ഞാലും വെള്ളം വരില്ല, നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. എന്നാലും ഈ സദസ്സിനോട് പറയാൻ, ഇന്നലെ അവസാനം ചോദിച്ചൊരു സംഖ്യയിലെ 50,000 ചോദിച്ചു, തന്നു. 4 പേര് തന്നു. 25,000 ചോദിച്ചു, തന്നു. ഒരാള് തന്നു. 10,000 ചോദിച്ചു, ഒരുപാട് ആള് തന്നു. 5,000 ചോദിച്ചു, ഒരുപാട് ആള് തന്നു. അതിന് താഴെയും തന്നു. 5,000 വരെ ചോദിച്ചിട്ടുള്ളൂ. ആ അവസാനം ചോദിച്ച 5,000 വീണ്ടും ചോദിക്കുകയാണ്. ഇന്ന് ഈ സദസ്സിൽ വീണ്ടും ഒരു 5,000 തരാൻ തയ്യാറുള്ള, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കടം തീർത്തു കൊടുക്കുന്നതിലേക്ക് 8 ലക്ഷം രൂപയുടെ കടം 5 ലക്ഷത്തോളം ഇന്നലെ വന്നിട്ടുണ്ടാവാമെന്ന് മനസ്സിലാക്കാൻ ഒരു 3 ലക്ഷത്തിന്റെ കടവും കൂടി ഇവിടെ ബാക്കിയാണ്. അത് 3 ലക്ഷം ഇന്ന് ഇവിടുന്ന് നിങ്ങൾ തീർക്കണമെന്നും പറയുന്നില്ല. എന്നാലും ഒരു 5,000 തരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിൽ പറയണം. ഇന്നലെ തന്നവരൊക്കെ ഉണ്ട്, ഇന്നലെ തന്നവർക്കും തരാം, ഇനി തരാത്തവർക്കും തരാം ഇൻഷാ അല്ലാഹ്. ഇനി അതോടൊപ്പം തന്നെ ഒരു പേനയും കടലാസുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ഇപ്പൊ പോലെ ദുആ ചെയ്യുന്നതിന്റെ ദുആ തീരുന്നതിന് മുമ്പായി ഒരു പേനയും കടലാസായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ എല്ലാവരുടെത്തേക്കും വരും. നിങ്ങളെ കൊണ്ട് എത്രയാണോ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ അത് എഴുതാം. 5,000 തന്നെ ആവണമെന്നില്ല. ഇനി ഒരു 2,000 ആണ് പറ്റുന്നെങ്കിൽ 2,000 എഴുതാം. പിന്നെ അതുമല്ല ഒരു 1,000 ആണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ 1,000 നൽകുക. ഇന്നലെ നൽകിയവർ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാലും കുഴപ്പമില്ല, നൽകുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ശഫീഇൽ അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي صل الصلاة والسلام على الرسول الشفيع الأبطاهي والحبيب العربي. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സഹചാരി പ്രാർത്ഥനാ സദസ്സ് അഞ്ചരക്കണ്ടിയിൽ വെച്ച് നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അഥവാ നാളെയും മറ്റന്നാളെയുമായി നടക്കുന്ന പരിപാടിയിൽ പ്രമുഖരായ പ്രഭാഷകർ പ്രഭാഷണം നടത്തുമ്പോൾ, മഹാന്മാരായ ഉസ്താദുമാർ പ്രാർത്ഥന നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിൽ ഉണ്ടാവണം, പങ്കെടുക്കണം. വലിയ വലിയ സഹായങ്ങൾ ചെയ്തവർക്ക്, ഡയാലിസിസിന് വേണ്ടിയും മരുന്നിനു വേണ്ടിയും സ്വതക്ക നൽകിയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വിശാലമായ ഒരു പ്രാർത്ഥനാ സദസ്സാണ് ഈ റമദാനിന്റെ പകലിൽ നടത്തപ്പെടുന്നത്. എല്ലാവരും പങ്കെടുക്കുക എന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടാവും അല്ലെ? എഴുതാം ഇൻഷാ അല്ലാഹ്. എത്രയാണോ ഒരു ചെറിയ സംഖ്യ ആണെങ്കിൽ അത് എഴുതുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ ദുആ ചെയ്യുന്ന ഈ നേരത്ത് ഒരുപാട് ആളുകൾ സ്വതക്ക നൽകി ഇൻഷാ അല്ലാഹ്. അവർക്കൊക്കെ വേണ്ടി വീണ്ടും ഇന്നത്തോടുകൂടി നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണല്ലോ. 2 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ആണുങ്ങൾ ആരുമില്ലേ? ഇന്നൊന്ന് 1,000-500 എഴുതുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ചോദിച്ചു നോക്കാം. സ്ത്രീകളുടെ ഭാഗത്ത് ആരൊക്കെ എഴുതുന്നുണ്ട്? അല്ലാഹു തആല എഴുതട്ടെ. കൂടുതൽ നിർബന്ധിപ്പിച്ച് പറയാത്ത എന്താണെന്നറിയാം, ഇന്നലെ പരമാവധി നിങ്ങൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ നിർബന്ധിപ്പിക്കാത്തതും പറയാത്തതും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. മഹാന്മാരായ മശായിഖന്മാരെ ഹദറത്തിലേക്ക്, പ്രത്യേകിച്ച് മഹാനായ കണ്യാല അബ്ദുല്ല മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ മറ്റു മശായിഖന്മാർ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ആരൊക്കെയാണോ നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.